എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാഹനം എന്ന് പറയുന്നത് ഒരു 2 വീലറാണ്, ഒരു ഇലക്ട്രിക് 2 വീലറാണ്. വാഹനം ഇതുവരെ ലോഞ്ചിങ് ആയിട്ടില്ല, ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല കമ്പനി. പക്ഷേ വണ്ടിയുടെ ടെസ്റ്റിംഗ് നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ടെസ്റ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനം ഏതാണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, കമ്പനി ഇതുവരെ പുറത്തുവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ പൂർണ്ണമായിട്ടും ഇരുന്ന് കണ്ട ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് മോശമായാലും നല്ലതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പ്രീമിയം സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം EV വെഹിക്കിൾസ്, EV സ്കൂട്ടേഴ്സ് ഇറക്കിയ കമ്പനി എന്ന് പറയുന്നത് ഏതറാണ്. അവർ ബാംഗ്ലൂരിൽ ആസ്ഥാനമാക്കിയ കമ്പനിയാണ്. ഇപ്പോൾ നിലവിൽ ഹീറോയ്ക്കൊരു 39% ഷെയർ ഉണ്ട്. ഇപ്പോൾ ഹീറോ ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഏതർ. അത് മാത്രമല്ല, അവരുടെ വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റും വരാത്ത വാഹനങ്ങളാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും, അവരുടെ ബാറ്ററീസ് ആയാലും മറ്റ് കാര്യങ്ങളെല്ലാം കോസ്മെറ്റിക് ഡിസൈൻസും അതിൻ്റെ മോട്ടോർ സൈഡും എല്ലാം അവർ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഏക പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിങ് ഇത്തിരി ഹെവി ആണെന്ന് പലപ്പോഴും ഒരു അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രൈസിങ് പ്രശ്നമാകാതെ തന്നെ ഇപ്പം അവർ ഷോറൂം അവതരിപ്പിച്ച സ്ഥലങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അവർ കച്ചവടം നേടുന്നുണ്ട്. റോഡുകൾ ഇഷ്ടംപോലെ ഏതറിൻ്റെ 450 സീരീസ് വണ്ടികൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒലയുടെ അത്രയും എത്തിച്ചേരാൻ അവർ കഴിഞ്ഞില്ല. ഏതറിന് ശേഷം വന്ന കമ്പനിയാണ് ഒലയെങ്കിലും ഒലയാണ് മാസ് മാർക്കറ്റിൽ വണ്ടികൾ കൂടുതൽ സെയിൽ ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം 2-ൽ സബ്സിഡി കേന്ദ്ര സർക്കാർ കുറച്ചപ്പോൾ ഒല കണ്ടെത്തിയ മാർഗം S1X-ഉം S1 Airഉം എന്ന് പറഞ്ഞ പുതിയ മോഡലുകൾ അവരിറക്കി അവർ കച്ചവടം പിടിക്കുകയും ചെയ്തു. അതിന് പ്രധാനമായും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിന് എപ്പോഴും പ്രൈസ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ പ്രൈസ് കുറച്ച് മോഡലുകൾ അവതരിപ്പിച്ചു. പക്ഷേ ഏതൊരു ഇതുവരെ പ്രൈസ് കുറച്ച മോഡൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത്രത്തോളം സക്സസ് ആയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു പുതിയൊരു വാഹനം അവർ കൊണ്ടുവന്നത്. അതിന് എൻട്രി ലെവൽ ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം, 2 വീലർ എന്ന് പറയാം. അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതർ റിസ്റ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ റിസ്റ്റയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കൊണ്ടുവരുന്നത്. അതിൻ്റെ പ്രൈസ് എത്രയോളം ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, കമ്പനി ഇതുവരെ എന്തൊക്കെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതറിൻ്റെ എപ്പോഴത്തും ഏതറിൻ്റെ എതിരാളി, ശക്തനായ എതിരാളി എന്ന് പറഞ്ഞാൽ ഒല തന്നെയാണ്. അല്ലെങ്കിൽ TVSോ ഹീറോയോ ഒന്നും ഏതറിൻ്റെ ശക്തനായ എതിരാളി എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം TVSന് സെയിൽ നടക്കുന്നുണ്ട്, iQube സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ iQube എന്ന് പറയുന്നൊരു മോഡൽ മാത്രമേ ഉള്ളൂ. ഹീറോയ്ക്കാണെങ്കിൽ വിഡ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ഒരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല അവരുടെ ഒരു മദർ കമ്പനി പോലെയാണ് ഹീറോ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു എതിരാളിയായിട്ട് അവർ കണക്കാക്കുന്നില്ല. അത് മാത്രമല്ല അവർ ഈ പറഞ്ഞ കണക്ക് ഏതറിൻ്റെ അത്രയും പോലും സെയിൽ ഈ TVSനും ഹീറോയ്ക്കും ഇല്ല. പിന്നെ ഹോണ്ട ആണെങ്കിൽ ഇതുവരെ ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിച്ചിട്ടില്ല. അപ്പം ഇവരുടെ എപ്പോഴും എതിരാളി എന്ന് പറഞ്ഞാൽ ഒല തന്നെയാണ്. അപ്പോൾ ഈ ഒലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട S1 ശ്രേണികളാണ് ഒലയ്ക്കുള്ളത്. S1 Pro എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല 2-3 വണ്ടികൾ അവർക്കുണ്ട്. ഇതെല്ലാം ഒരേ ഡിസൈനിലാണ് ഒല ഇറക്കിയിരിക്കുന്നത്. അപ്പം ഏതർ പക്ഷേ ഒരു കുറച്ചും കൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏതർ എന്ന് പറയുന്ന ഒരു ഡിസൈൻ അവർ മാറ്റിയ ശേഷം ഇതിന് റിസ്റ്റ എന്ന് പറയുന്ന വണ്ടിക്ക് സെപ്പറേറ്റ് ഡിസൈനും അത് മാത്രമല്ല ഇത്തിരി ഒരു വലിയ സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുവരെ കണ്ടിരിക്കുന്ന ഏതറിൽ നിന്നും വ്യത്യാസം ഈ ഡിസൈനിൽ കാര്യമായിട്ട് ഈ റിസ്റ്റയ്ക്കകത്ത് ഏതർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് സ്കൂട്ടർ എന്നാണ് ഇതിന് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറിൻ്റെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് എല്ലാം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നും ഫാമിലിയിലേക്ക് കൂടെ കടന്നു ചെല്ലാൻ വേണ്ടിയാണ് ഇവർ ഈ മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450X, 450S, 450 Apex എന്നിങ്ങനെ 3 മോഡലാണ് നിലവിൽ ഏതറിന് വിപണിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ റിസ്റ്റ എന്ന് പറയുന്ന മോഡലും കൂടെ അവർ നിലവിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂത്തന്മാരായിട്ടുള്ള ആൾക്കാരാണ് നിലവിലുള്ള 3 മോഡൽസിൻ്റെയും ഏതറിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് മുതിർന്നവരെയും മറ്റ് കുടുംബങ്ങളെയും കൂടെ ഷോറൂമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ റിസ്റ്റ എന്ന് പറയുന്ന മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കൾ കാത്തിരുന്ന ഒരു ഇലക്ട്രിക് 2 വീലർ എന്ന് വേണമെങ്കിൽ ഈ വണ്ടിയെ ഇനി പറയാൻ കഴിയും. ആ രീതിയിലാണ് ക്യാമ്പയിനുകളും മറ്റുമൊക്കെ ഈ ഏതർ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നവരുടെ സീറ്റിൻ്റെ ഡിസൈൻ തന്നെയാണ്, അല്ലെങ്കിൽ സീറ്റിൻ്റെ വലിപ്പം തന്നെയാണ്. ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് അവരുടെ ഒരു ഈ റിസ്റ്റാഡ് അല്ലെങ്കിൽ ഏതർ റിസ്റ്റയുടെ ഒരു കട്ടൗട്ട് വന്നിട്ടുണ്ട്. ആ കട്ടൗട്ടിനകത്ത് അവർ വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ സീറ്റ് തന്നെയാണ്. 6XL സീറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3D
രീതിയിലാണ് ബോർഡൊക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൗകര്യങ്ങളിലൊന്നും അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 450 സീരീസിനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാറ്റ്ഫോമാണ് പ്രധാനമായിട്ടും ഈ റിസ്റ്റയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് സ്പേസുകൾ, ധാരാളം സ്പേസുകൾ ഈ കമ്പനിയിനകത്ത് ഈ മോഡലിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട്. പിന്നീട് അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഇതിനനുസരിച്ച് ഈ സീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കൂടുമെന്നും പറയുന്നുണ്ട്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള ഒരു ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നുണ്ട്. 10x10 നാവിഗേഷൻ വരുന്നുണ്ട്. ഒന്നിലധികം റൈഡിംഗ് മോഡുകൾ, ഫാസ്റ്റ് ചാർജിങ് എന്നിവയുള്ള കണക്റ്റഡ് ടെക് ഫീച്ചേഴ്സുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ പവർ കണക്കുകളും റേഞ്ചും മറ്റ് സവിശേഷങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഇവരുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 1.25 ലക്ഷത്തിനും ഒരു 1.5 ലക്ഷത്തിനും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ വിലയെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കുറയാനും സാധ്യതയുണ്ടെന്ന് കണക്കുകൾ അനൗദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട്. പിന്നെ ജൂൺ മാസം 2024 ജൂൺ, ഇപ്പം മാർച്ച് മാസമാണ്, ഏപ്രിൽ മെയ് ജൂണോടുകൂടി ഇതിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ നടക്കും. ആ അവതരണത്തിൻ്റെ വേളയിൽ പ്രൈസും മറ്റ് ടെക് ഫീച്ചേഴ്സും എല്ലാം കമ്പനി ഔദ്യോഗികമായിട്ട് കൊണ്ടുവരും. ഇതിനിടയ്ക്ക് ടീസേഴ്സും കാര്യങ്ങളൊക്കെ വരും. ആ ടീസേഴ്സിനകത്തും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവരുടെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഇപ്പം മറ്റ് ഈ മോട്ടോർ വ്ളോഗുകൾ ചെയ്യുന്നവരും അല്ലാത്തവരുടെയൊക്കെ ഇമേജസ് ആണ് പുറത്ത് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഇമേജസൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും ഒരു നല്ല ഹൈപ്പോട് കൂടി വരുന്ന വണ്ടിയാണ്. ഏതറിൻ്റെ ഭാഗത്തു നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇലക്ട്രിക് 2 വീലേഴ്സ് മേടിക്കുന്ന ആൾക്കാർ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഹീറോ ഒക്കെ ആണെങ്കിൽ വിടയുടെ വിലയൊക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയോളം നമ്മൾ ആക്റ്റീവയുടെയും മറ്റ് പെട്രോൾ സ്കൂട്ടറുകളുടെ വിലയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ. ഇപ്പോൾ നിലവിൽ ആ വിലയിൽ വണ്ടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ കപ്പാസിറ്റി ആയിട്ടുള്ള, ഇതിലൂടെ ബാറ്ററി കപ്പാസിറ്റി കൂടിയ വണ്ടികൾ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ സാധ്യത ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാര്യം ഇലക്ട്രിക് 2 വീലർ രംഗത്ത് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ റിസ്റ്റ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇലക്ട്രിക് 2 വീലർ മാർക്കറ്റിലൊരു പ്രകമ്പനം കൊള്ളിക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങൾ കൊള്ളിക്കാനുള്ള ഒരു വരവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എന്തായാലും 2024 ജൂണിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെയും കമ്പനി അതിനകത്ത് ഔദ്യോഗികമായ റിസൾട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ട്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.